അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് വഴുതനങ്ങ ചെടികളുണ്ട്. വഴുതനങ്ങ ചെടികൾ ഒരുപാട് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് വലിച്ചിട്ട് പോയി. അപ്പോൾ നമുക്ക് ഇന്ന് വഴുതനങ്ങ വലിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് വഴുതനങ്ങ വലിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വഴുതനങ്ങ തോട്ടം. കുറച്ച് ചെടികളെ ഉള്ളത് വെച്ചാൽ നിറയെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതിൽ. ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ചതല്ല, അത് മുകളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവള് വെച്ച് പിടിപ്പിച്ചാണ്. അവൾ ഇവിടെ നിന്ന് പോയി. കുറച്ച് വലിച്ചു കഴിഞ്ഞു. ഇത് ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതായത് തമിഴ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ വിത്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുക. കാരണം മുന്തിരിങ്ങ ഉണ്ടാകുന്ന പോലെയാണ് വഴുതനങ്ങ ഉണ്ടായിരുന്നത്. വിത്ത് ഇത്തിരി കുറവാ. അത് ഡീറ്റെയിൽ ആയി കാണിക്കാൻ എന്താ വെച്ചാൽ അത് കാണുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് ഇത് വഴുതനങ്ങ ചെടിൻ്റെ ഒപ്പം വേറൊരു വിത്ത് അതിന് വെണ്ടേച്ചത്. ഇത് നമ്മുടെ അവിടെയൊക്കെ പാലക്കാടൊക്കെ ചുണ്ടങ്ങ എന്ന് പറയും. അത് മറ്റേ വറ്റമുളകൊക്കെ ഇട്ട് വറ്റമുളകൊക്കെ ചെയ്യുന്ന സംഭവം. കറിയും വെക്കുന്നു. നേരത്തെ കറി വെച്ച് വെച്ചിട്ടില്ല. നല്ല സാധനം, ഷുഗറിനൊക്കെ നല്ല സാധനം. ആ ചെടി ചെറുതായിട്ടൊന്ന് പൊട്ടി. നമുക്ക് കുറേ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. അത്രയല്ല, ഒരുപാടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം. അല്ലാണ്ട് ഇത് മൊത്തം വെച്ച് കഴിക്കൽ നടക്കില്ല. ഒരുപാട് കിട്ടിയിട്ടുണ്ട് വഴുതനങ്ങ. എത്രയാ 2-3 ചെടികളിൽ നിന്ന് കിട്ടിയതാണ്. നിറയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് 2-3 വഴുതനങ്ങ എടുത്തിട്ട് എന്നൊക്കെ ഉപ്പേരിക്കുന്നതാക്കാം. നീളത്തിലരിഞ്ഞ് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കടുക് വറുത്തൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കില്ല, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. കാരണം ഇത് പുതിയതായി തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് തെറ്റ് മിസ്റ്റേക്ക് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ നിന്ന് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. ബൈ.